അടൂരുള്ള ഒലീവിയ ഡിസൈൻസ് എന്ന് പറഞ്ഞ ആ ഒരു ഷോപ്പിനെ കുറിച്ചിട്ട് നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണ്? അതിപ്പോ നല്ലതായിക്കോട്ടെ ചീത്ത ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്കുള്ള ഒരു അഭിപ്രായം അത് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഹായ്, അപ്പോൾ ഈ വീഡിയോയിൽ പറയാനുള്ളത് ഒരു സ്ഥാപനത്തെ കുറിച്ചാണ്. കാരണം ആളെ ഊക്കൻ തട്ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തട്ടിപ്പെന്ന് ഞാൻ സ്ഥാപനത്തിനെ പറയുന്നില്ല, പക്ഷെ സ്ഥാപനത്തിലെ ജോലി ചെയ്ത ആൾക്കാരടുത്ത് ആളെ ഉഗ്രൻ തട്ടിപ്പ്. ജോലി ചെയ്ത ആൾക്കാരടുത്ത് ആ സ്ഥാപനത്തിലെ സാധനങ്ങളെക്കുറിച്ച് അവർ വിൽക്കുന്ന മാങ്ങാത്തൊലി ഒന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ അതിൻ്റെ അകത്ത് നിന്ന പിള്ളേരെ എല്ലാവരെയും നല്ല ഊക്കാണ് ഊക്കിയേക്കുന്നത്. വേറെ ഒന്നുമില്ല, നല്ല വൃത്തിക്ക് ആ ഈ പെങ്കൊച്ചുങ്ങളെ ഊക്കലെന്ന് പറയത്തില്ലേ, അതാണ് നല്ല അമ്മാതിരിയുള്ള ഊക്കൽ പെങ്കൊച്ചുങ്ങൾ കൊടുത്തിട്ടുണ്ട്. നീ സ്ഥാപനം നടത്തുന്നത് ആരാണെങ്കിലും ശരി തന്നെ, ദയവ് ചെയ്ത് ഇമ്മാതിരി സാധനം ഈ വ്യാജ പരസ്യങ്ങൾ കൊടുത്തിട്ട് ഈ പെങ്കൊച്ചുങ്ങളെയൊന്നും ഇമ്മാതിരി ഇതിലോട്ട് കൊണ്ടുവിടരുത് ദയവ് ചെയ്തിട്ട്. പറയുന്നത് ഒളിവിയ ഡിസൈൻസ് ബൈ അച്ചൂസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെക്കുറിച്ചാണ്. അടൂരാണ്ടുള്ളതാണ് സംഭവം. ഈ സ്ഥാപനത്തിൽ ഈ സ്ഥാനങ്ങളുടെ ക്വാളിറ്റിയെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ ഇനി വേറെ ആരെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അവർക്ക് കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് പറയാം. പക്ഷേ സ്ഥാപനത്തിൽ ചെയ്തേക്കുന്ന കുറേ വോയിസുകളൊക്കെ ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയ്ക്കകത്ത് വോയിസുകളെല്ലാം പ്ലേ ചെയ്യിക്കാം. പിന്നെ കുറേ സ്ക്രീൻഷോട്ടുകളൊക്കെ കിട്ടാനുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ വെച്ചിട്ട് അടുത്ത വീഡിയോയ്ക്കകത്ത് അതെല്ലാം ഇടാം. വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോൾ റെക്കോർഡല്ല കേട്ടാ, പേടിക്കണ്ട. ഗ്രൂപ്പിൽ വന്ന സാധനമാണ്. അതായത് ആ ഗ്രൂപ്പിൻ്റെ അകത്ത് ഒരുപാട് പേരുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ അകത്തുള്ള പിള്ളേരെടുത്ത് തന്നെയാണ്. അതുകൊണ്ട് പബ്ലിക്കായിരുന്നത് ആ ഗ്രൂപ്പിൻ്റെ അത് പബ്ലിക് ഗ്രൂപ്പാണല്ലോ. അപ്പോൾ അങ്ങനെയാണ്. അതിൻ്റെ അകത്ത് വന്ന വോയിസുകളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തുള്ള പിള്ളേരുകളെല്ലാം കേട്ടിട്ടുണ്ട്. ആ പിള്ളേരെടുത്ത് തന്ന വോയിസാണ്. അപ്പോൾ ആ വോയിസും കൂടാതെ ചില അതിൻ്റെ അകത്ത് ഒരു അണ്ണനുണ്ട്. അണ്ണൻ്റെ ചില ലീലാവിലാസങ്ങളുടെ സ്ക്രീൻഷോട്ടുകളും എല്ലാം ഞാൻ ഇടാം. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യത്തെവരുടെ ഒരു സംഭവമാണ് ഈ ജോലി വാഗ്ദാനം. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അവരുടെ ജോലി വാഗ്ദാനം. അവരുടെ സാധനം ഞാൻ ഇവിടെ വെക്കുന്നില്ല കേട്ടാ. അത് വെച്ചിട്ട് അണ്ണന്മാർ കോപ്പിറൈറ്റ് അടിക്കാണ്ടിരിക്കും. അതുകൊണ്ട് അത് ചെയ്യുന്നില്ല. അതിന് പകരം പറയാം, ഇത്രയേ ഉള്ളു. 40,000 രൂപ, ചിലപ്പോൾ 20,000, ചിലപ്പോൾ 25,000 ഇങ്ങനെ സാലറി. ശുദ്ധ തട്ടിപ്പ്. സാലറി എന്ന് പറഞ്ഞ സംഭവം അല്ല ആ കൊച്ചുങ്ങൾക്ക് അവിടെ കൊടുക്കുന്നത്. എല്ലാവർക്കും കമ്മീഷൻ. ഓക്കെ, കമ്മീഷൻ വ്യവസ്ഥയാണ്. ഇപ്പോൾ സാലറി എന്ന് പറഞ്ഞേക്കുന്ന സാധനം തെറ്റാണ്. രണ്ടാമത്, ഫ്രീ അക്കോമഡേഷൻ, ഫ്രീ ഫുഡ്. നമ്പർ 1 നോണ എന്ന് വെച്ചാൽ നമ്പർ 1 നോണ. അക്കോമഡേഷന് പിള്ളേർ പൈസ കൊടുക്കണം. അതും അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാഡ് അക്കോമഡേഷനാണ്. ഇപ്പോൾ അതിൻ്റെ അകത്ത് ഒരു കമൻറ്റ് വന്നത് എനിക്ക് ഒരു വീട്ടിൻ്റെ അകത്ത് 25 ആൾക്കാരൊക്കെ താമസിക്കും. ഒരു വീട്ടിൻ്റെ അകത്ത് എങ്ങനെയാണ് 25 പേരൊക്കെ താമസിച്ചിട്ട് നീക്കത് മറ്റെന്താണ് പീഡിപ്പിക്കുന്നവിടെ പിള്ളേരെ കൊണ്ടിട്ട് 25 പേരെ കൊണ്ടിട്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ. പിന്നെ ഫുഡ്, ഫ്രീ ഫുഡ് എന്നാണ് പരസ്യത്തിലെല്ലാം പറയുന്നത്. ഒരു ഫ്രീയും ഇല്ല. ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനാണ്. കഴിഞ്ഞ മാസം ഹോസ്റ്റലിൽ ഫുഡ് കഴിച്ചത് എൻ്റെ ക്യാഷിനാണ്. അത് നിങ്ങൾ ഇതുവരെ പേ ചെയ്തിട്ടില്ല. ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചതിൻ്റെ 1,500 പേ ചെയ്തിട്ടില്ല. നിങ്ങളെല്ലാം ശമ്പളം വാങ്ങിച്ചു. നാളെ ജിജി വരുമ്പോൾ ക്ലോസ് ചെയ്തില്ലെങ്കിൽ ഇരട്ടി ക്യാഷ് ഞാൻ നിങ്ങളുടെ ഇത് മേടിക്കും. അത് ശമ്പളത്തേത് കട്ട് ചെയ്യും. പിള്ളേരെ നിന്ന് പൈസ മേടിക്കുന്നുണ്ട് അതിന്. അത് ഈ മാസത്തെയും മേടിക്കും, ചിലപ്പോൾ അടുത്ത മാസത്തിൽ അഡ്വാൻസ് ആയിട്ടും മേടിക്കാറുണ്ട്. അങ്ങനെ ഇതും ഓക്കെ. ഫുഡ് കൊടുക്കുന്നുണ്ട്. ഒരു നേരത്തെ ഫുഡാണ് കേട്ടോ. 2 നേരത്തെ 3 നേരത്തെ ഒന്നുമല്ല, ഒറ്റ നേരത്തെ ഫുഡ്. അതിനാണ്. ഇനി ഇതിൽ തന്നെ കുറേ കൊച്ചുങ്ങൾ പറയുന്നുണ്ട്, അവർ കുക്ക് ചെയ്ത് എല്ലാ സാധനം കുക്ക് ചെയ്ത് കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ കുക്ക് ചെയ്യും, എന്നിട്ട് അവർ തന്നെ കഴിക്കും. അതിനിവിടെ ചില ഫീസ് കൊടുക്കേണ്ടി വരും. പിന്നെ കറണ്ട് ബില്ല്, ഗ്യാസ്, ഇതൊക്കെ അവർ തന്നെ അടയ്ക്കണം. ഇതൊക്കെ ഒരു വല്ലാത്ത ഫ്രീകളാണല്ലോ ഇതൊക്കെ. ഇപ്പോൾ ഇതാണ് കുറച്ച് പേരുടെ അനുഭവം. കുറച്ച് പേരുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ
അവരൊക്കെ പല പല കാലഘട്ടത്തിൽ വർക്ക് ചെയ്ത ആൾക്കാരാണ്. അതുകൊണ്ട് 2024 വർക്ക് ചെയ്ത പിള്ളേർക്ക് മറ്റേ ഇതേ കണക്കത്തെ അക്കോമഡേഷനിൽ പൈസ കൊടുക്കണം, ഫുഡ് ഒരു നേരം പൈസ കൊടുക്കണം, വൈകിട്ട് ചായയും കടിയും അതിന് പൈസ അങ്ങോട്ട് കൊടുക്കണം. ഓക്കെ, ഇതൊന്നും ഫ്രീ ഇല്ല. 3 മണിക്കൂറേ വർക്കുള്ളൂ, ബാക്കി നിങ്ങൾ എൻജോയ്മെൻ്റാണ്. അപ്പം അതിന് ഈ സ്ഥാപനത്തിൽ അവർക്ക് നടന്നെത്താൻ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഈ അക്കോമഡേഷൻ സ്ഥലവും ഈ സ്ഥാപനയുടെ 1 മണിക്കൂറുണ്ട്. ആദ്യമൊക്കെ ഓട്ടോറിക്ഷയിൽ പോയി, പിന്നെ മുതലാവൂലെന്ന് കണ്ട് നടന്നായി. ഇപ്പം ഈ കൊച്ചുങ്ങളെല്ലാം ഇതണക്കത്തെ ഇതിൽ വേറെ കോമഡിയൊക്കെ ഉണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ എന്തായാലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് നിൽക്കുന്ന കാരണം അവർ വെച്ചെങ്കിൽ പിന്നെ നടന്നു വരാം. അപ്പോൾ അവർ നേരത്തെ ഇറങ്ങും, വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയിട്ട് നടന്നു വരും, ഫുഡൊക്കെ കഴിക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഇവിടെ എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ 8:30 മണിക്ക് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ 10:30 മണിക്ക് ഇവിടെ എത്തി ജോലിക്ക് കയറാൻ പറ്റും. അങ്ങനെ ഇനി 3 മണിക്കൂറേ ഉള്ളെന്ന് പറഞ്ഞേ, പിള്ളേർ 7 മണി വരെ 8 മണി വരെയൊക്കെ പണി ചെയ്യണം വൈകിട്ട്, എങ്കിലേ തീരും. അതാണ് 3 മണിക്കൂറും ജോലിയുണ്ട്. ബാക്കി നിങ്ങൾ എൻജോയ്മെൻറ്റാണ്. എൻജോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി, അതിൻ്റെ അകത്തുള്ള കുറച്ച് വോയിസുകൾ കേട്ടപ്പോൾ ഭയങ്കര എൻജോയ്മെൻ്റായിട്ട് എനിക്ക് തോന്നി. അണ്ണന് ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരിക്കും പെൺപിള്ളേരെ ചീത്ത പറയുന്നത്, പക്ഷേ ആ കേട്ടോണ്ടിരിക്കുന്ന പെൺപിള്ളേർക്ക് അത്ര വലിയ എൻജോയ്മെൻ്റ് ഒന്നും തോന്നത്തില്ല. അണ്ണന് നല്ല എൻജോയ്മെൻ്റ് ആയിരിക്കും ആ പെൺകൊച്ചുങ്ങളെ ചീത്ത പറയാൻ നേരത്ത്. മൊബൈൽ മേടിച്ച് തരുന്നുമ്പ് ഡോക്യുമെൻറ്റ്സ് തരുന്നുമ്പ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നിർത്താം, ഇവിടെ ആരും നിർത്തിയാലും എനിക്ക് ഒരു കോപ്പ് ഇല്ലെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. കേൾക്കുന്ന പെൺകൊച്ചുങ്ങൾക്ക് ഒന്നും എൻജോയ്മെൻ്റ് അല്ലത്. ഓക്കെ, പിന്നെ അടുത്ത വേറൊന്ന്, അത് ഈ ലേബർ ഓഫീസർ എന്ന് പറഞ്ഞ സംഭവം ഈ അടൂരില്ലേ, അല്ലെങ്കിൽ കൊല്ലം ജില്ലയ്ക്കകത്ത് ഇല്ലേടേ, അല്ലെങ്കിൽ കൊല്ലത്താ കേരളത്തിലാവോ എവിടെയില്ല ഈ ലേബർ ഓഫീസർമാർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിള്ളേരൊക്കെ പൈസ കൊടുക്കും, അതായത് എന്താണ് കമ്മീഷനാണ് കൊടുക്കുന്നത് ആ കൊച്ചുങ്ങൾക്ക്. എന്നിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ടില്ലെങ്കിൽ 1000 രൂപ ഫൈന്, അങ്ങനെ ഇരുന്ന ഫൈന്, കാല് നീട്ടിവെച്ച ഫൈന്, ഉറങ്ങിയ ഫൈന്. അങ്ങനെ ഈ കൊച്ചുങ്ങളെ നിന്ന് ഇവരൊക്കെ ഒരു 20,000 30,000 ഇവർ ടാർഗറ്റ് അതിൻ്റെ വേറെ കാര്യം പറയാൻ കേട്ടോ. അപ്പോൾ ഒരു 30,000 രൂപ കിട്ടിയെന്ന് വെച്ചോ, അതിനെ 15,000 രൂപ അണ്ണന്മാർ ഫൈന് പിടിക്കും. ഈ ഫൈൻ എടുത്തു വെച്ചിട്ടാണ് ഇവർക്കൊരു സൂപ്പർവൈസർ ഉണ്ടായി, അയാൾക്ക് പൈസ കൊടുക്കാനുള്ള. ഇതാണ് ആ പിള്ളേരെല്ലാം പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. അപ്പോൾ എവിടെയാണ് ലേബർ ഓഫീസർമാരെ നിങ്ങളിങ്ങനെ ഫൈൻ കൊടുക്കുന്ന, നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക? നിങ്ങൾ മൂക്കിൻ്റെ തുമ്പിൽ അല്ലെങ്കിൽ ഈ കൊല്ലം ജില്ലയിലൊക്കെ തന്നെ ഈ അടൂരെന്ന് പറഞ്ഞ സാധനം അവിടെ തന്നെ അല്ലേ? അപ്പോൾ ഒന്ന് പോയൊന്ന് അന്വേഷിച്ചൂടെ നിങ്ങൾക്കൊക്കെ? ഞാൻ സ്ഥാപനത്തെ പറയുന്നില്ല, പക്ഷേ ഈ ലേബർ ഓഫീസർമാരായിട്ടിരിക്കുന്ന കുറേ അമ്മമാരുണ്ടല്ലോ, ഒന്നെങ്കിലും പോയി അന്വേഷിക്കടേ ഒന്ന്. അല്ലെങ്കിൽ ഇത് പിള്ളേർക്കൊക്കെ പരാതി ഉണ്ടടേ, ആ പെൺകൊച്ചുകളൊക്കെ കോണ്ടാക്ട് ചെയ്യടേ നീയൊക്കെ. എന്നിട്ട് ആ കൊച്ചുകളെ കോണ്ടാക്ട് ചെയ്തിട്ട് നീയൊക്കെ പരാതിയായിട്ട് എടുക്കടേ. അതൊക്കെ വായിൽ അമ്പഴങ്ങയും തിരിഞ്ഞും മാറ്റേ ഇരിക്കും. എന്തിനാടാ ഇങ്ങനെയൊക്കെ ജോലി ചെയ്യുന്നത് നീയൊക്കെ? ഇത്രയും വലിയ ഒരു ഉണ്ടായിരുന്നു, എല്ലാവരും കാണുന്നുണ്ടായിരിക്കുമല്ലോ. ഇത് കാണാതൊന്നും ഇരിക്കത്തില്ല, സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്നിട്ട് നീ ഒന്നും കാണാതൊന്നും ഇരിക്കത്തില്ലല്ലേ? ഇവിടെ ഒരു കുറച്ചെങ്കിലും കാണിക്കടേ നീയൊക്കെ, കുറച്ചെങ്കിലും ഒരു ബോധം വെക്കണമെന്ന് കാണിക്കുക. ഇതേ കണക്കൊക്കെ സോഷ്യൽ ഇഷ്യൂ ഒക്കെ എടുത്ത് അറ്റ്ലീസ്റ്റ് നീയൊക്കെ അവിടെ പോയി റെയ്ഡ് ചെയ്ത് എന്താണ് മാങ്ങാത്തൊലിയാണ് അവിടെ നടക്കുന്നതെന്നുള്ളതെങ്കിലും കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ കൊച്ചുങ്ങളെയൊക്കെ ഇതെടുത്തിട്ട് ബാക്കിയുള്ള പിള്ളേരെയൊക്കെ പോയി നോക്കി കണ്ടുപിടിച്ച്, അതുവരെ ജോലി ചെയ്തവരെ ലിസ്റ്റൊക്കെ അവിടെ കാണുമല്ലോ, അഡ്രസ്സൊക്കെ, അതൊക്കെ എടുത്തു വെച്ചിട്ട് ആ പിള്ളേരെല്ലാം വീട്ടിൽ പോയി കണ്ട് പരാതി എടുക്കുക, അല്ലെങ്കിൽ ഓൺലൈനിൽ പരാതി വിളിക്കുക, അല്ലെങ്കിൽ ഫോൺ നമ്പർ വിളിക്കുക, ഏതെങ്കിലും മാങ്ങാത്തൊലിയൊക്കെ ചെയ്യ്. ഇതൊന്നും ചെയ്യില്ല. എല്ലാമാരും ഇവിടെ നിന്ന് കാശ് മേടിച്ച് നക്കിയിട്ടാണ് ഇരിക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല. ഇനി അങ്ങനെ ഉള്ളവന്മാരുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ആ കസര അമുങ്ങിയിരിക്കുക, അനങ്ങരുത്, എണീക്കേ ചെയ്യരുത്. നീ അന്ന് അല്ലാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് എണീക്കുക, മൂടെങ്കിലും താങ്ങി അങ്ങ് എണീപ്പിക്കുക.
എന്നിട്ട് പോയി ആ സ്ഥാപനത്തിൽ പോയിട്ട് അവിടെ എന്ത് മാങ്ങയാണ് നടക്കുന്നതെന്നുള്ളത് അന്വേഷിക്കുക. അതൊന്ന്. ഇനി അവർക്ക് കമ്മീഷൻ കൊടുക്കുന്ന രീതി, 30,000 രൂപ കിട്ടുന്ന ഒരു കൊച്ചാണെന്ന് വിചാരിച്ചോ. ആ കൊച്ച് ഏകദേശം 3 ലക്ഷം രൂപയുടെ സെയിൽ നടത്തണം. 3 ലക്ഷം രൂപയുടെ സെയിൽ നടത്തി കഴിഞ്ഞാൽ 30,000 രൂപ കൊച്ചിന് കിട്ടും. ഓക്കെ. ഇനി 3 ലക്ഷം രൂപയുടെ സെയിൽ നടത്താൻ പറ്റിയില്ല, 2,90,000 ആയിപ്പോയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? അതിൻ്റെ 10% ഈ കൊച്ചിന് കൊടുക്കും. അതിൻ്റെ പകുതി അവർ കട്ട് ചെയ്യും. എങ്ങനെയുണ്ട്? മനസ്സിലായ? ഇപ്പോൾ 2,90,000 രൂപയുടെ കച്ചവടം നടത്തി, അതിൻ്റെ 10% ആ പെങ്കൊച്ചിന് കൊടുക്കും. ആ 10%-ത്തിൽ നിന്ന് പകുതി അവന്മാർ കട്ട് ചെയ്യും. എങ്ങനെയുണ്ട്? ബിസിനസ് കൊള്ളാമല്ലോ, സംഭവം പൊളി ബിസിനസ്സാണ്. പിന്നെ പിള്ളേർക്ക് മറ്റേ ഇപ്പോൾ അവിടെ ക്രിസ്മസ് ആഘോഷം നടത്തുന്നുണ്ട്, അവരെന്ന് പൈസ പിരിക്കും. ഇവരെയൊന്നും പിരിക്കത്തില്ല, അവരെന്ന് പിരിക്കും. ഡ്രസ്സ് അവരെന്ന് പിരിക്കും, ഷൂ അവരെന്ന് പിരിക്കും. ഓരോ യൂണിഫോം ഇട്ടൊക്കെ നിൽക്കുന്നതാണല്ലോ പിള്ളേർ, കണ്ടിട്ടില്ലേ? ഇതൊക്കെ ആ കൊച്ചുങ്ങളെ നിന്ന് തന്നെയാണ് പിരിക്കുന്നത്, അല്ലാതെ എവരൊരു മാങ്ങാത്തൊലിയും കൊടുക്കുന്നില്ല. ഈ പിള്ളേരെല്ലാവരും അവർക്ക് പേഴ്സണൽ ഫോൺ കാണുമല്ലോ. അപ്പോൾ യവന്മാർ അവിടെ ചെല്ലാന്ന് പറയും, അത് മാത്രം പോലെ ബിസിനസ് ഫോണൊന്ന് വേണം. അപ്പോൾ ബിസിനസ് ഫോൺ ആര് കൊടുക്കണം? ആ സ്ഥാപനം കൊടുക്കണം അല്ലേ? അപ്പോൾ സ്ഥാപനത്തിന് ഇപ്പോൾ ഇത്രയും പേരെ കൊടുക്കാൻ പറ്റുന്നില്ലെന്ന് വിചാരിച്ചോ. അപ്പോൾ സ്ഥാപനം പറയണം, നിങ്ങൾ പൈസ ഇട്ട് വാങ്ങിച്ചോ, ഞങ്ങൾ പേയ്മെൻറ്റ് നടത്താമെന്ന് അങ്ങനെ എന്തെങ്കിലും പറയും. നിങ്ങൾ പൈസ ഇട്ട് വാങ്ങിച്ചോ എന്ന് പറയാം. അപ്പോൾ ആ കൊച്ചുങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കി ഫോൺ വാങ്ങിച്ചു. ഈ ഫോണിൻ്റെ അകത്ത് സിമ്മും ആ കൊച്ചുങ്ങളുടെ പേരിലാണ്. ഞാൻ സംസാരിച്ചവരുടെ എല്ലാവരുടെ സിമ്മ് അവരുടെ പേരിലാണ്. അതായത് ഇവരുടെ പേരെന്ന് വെച്ചാൽ ആ പെൺകൊച്ചുങ്ങൾ തന്നെ പേരിലുള്ള സിമ്മാണ്. അതിനുശേഷം അവർ അതിൽ കൂടെയാണ് ഈ കസ്റ്റമേഴ്സിനെ വിളിക്കുന്നത്, കസ്റ്റമറിങ് ഓർഡർ കൊടുക്കുന്ന എല്ലാ സാധനം അതിൽ കൂടെ നടക്കുന്നത്. അപ്പോൾ അതിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണെന്ന് വിചാരിച്ചു. അതിൽ കൂടെ നടന്നിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ കൊച്ചു പറയുകയാണ്, ഞാൻ റിസൈൻ ചെയ്യുന്നു. റിസൈൻ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഈ ഫോൺ ആരുടേതാണ്? ആ കൊച്ചിൻ്റെ ആണല്ലോ അല്ലേ? കാരണം ആ പെൺകൊച്ച് പൈസ കൊടുത്ത് മേടിച്ചേക്കുന്നതാണ്. പിന്നെ സിമ്മാണെന്നുണ്ടെങ്കിൽ ഓക്കെ, സിം എവിടേക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഈ സിം നിങ്ങളെ കയ്യിരിക്കട്ടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വാട്സപ്പ് അതിൽ കൂടെ എല്ലാം ബിസിനസ് നടത്തി അതാണെങ്കിൽ നിങ്ങളുടെ കയ്യിരിക്കട്ടെ എന്ന് പറയും. സിം എടുക്കാം. ആ പെൺകൊച്ചിൻ്റെ പേരിലാണെങ്കിൽ പോർട്ട് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ, അല്ല അഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതിയല്ലേ ഇവരൊക്കെ അവിടെ. ഓക്കെയാണ്. പക്ഷേ അണ്ണന്മാർ ചെയ്യുന്ന മുദ്രപത്രത്തിൽ എഴുതി മേടിക്കും. നിങ്ങൾ ഫോൺ തിരിച്ചു പോകാൻ ഈ ഫോൺ ഇവിടെ തരണം. വാങ്ങിച്ചേക്കുന്ന പിള്ളേരാണ്. ഫോൺ ഇവിടെ തന്നിട്ട് പോകണം, സിമ്മും. അതായത് ഇപ്പോൾ അവരൊരു 20,000 രൂപയ്ക്ക് ഒരു ഫോൺ മേടിച്ചു കഴിഞ്ഞാൽ പോകാൻ നേരത്ത് 20,000 രൂപയുടെ ഫോൺ അവിടെ കൊടുത്തിട്ട് പോകണം. മനസ്സിലായോ? ഫോണും സിമ്മും ഒക്കെ അവരുടെ കയ്യിലായി. അപ്പോൾ ഈ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പിന്നെ ചാറ്റ് ചെയ്യുന്ന ഈ പെങ്കൊച്ചായിരിക്കത്തില്ല. നിങ്ങൾ മനസ്സിലാക്കി, ഇവരൊക്കെ ഒരു പേര് അവരങ്ങിടും. ഈ സിമ്മ് കൊടുത്ത് ഈ ഫോണൊക്കെ ഉപയോഗിക്കുന്ന ടൈമിൽ അവരൊക്കെ ഓരോ പേരിടും. അപ്പോൾ പ്രിയ എന്നൊരു പേരിട്ടെന്ന് വെച്ചോ. നിങ്ങൾ കസ്റ്റമർ പിന്നെ വിചാരിക്കുന്നത് പ്രിയയുടെ അടുത്താണ് സംസാരിക്കുന്നതാണ്. പക്ഷേ ഇവിടുത്തെ പ്രിയമാരിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ബാക്ക് എൻഡ് പ്രിയമാരിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാ. പിന്നെ ഇനി 20,000 രൂപയുടെ ഫോൺ അണ്ണൻ്റെ കയ്യിലായി. അണ്ണൻ്റെ കയ്യിലായിട്ടുണ്ട്. അടുത്ത ഒരാൾ വരെയാണ് ഇപ്പോഴത്തേക്ക് ഫോൺ വാങ്ങിക്കണം എന്ന് അവരുടെ അടുത്ത് പറയും. അയ്യോ നമ്മളിപ്പോൾ പൈസ ഇല്ലല്ലോ പറഞ്ഞ്, അത് കുഴപ്പമില്ല, ഇതാ ഇവിടെ ഫോണുണ്ട്, ഇതാ 10,000 രൂപയ്ക്ക് ഞാൻ ഈ ഫോൺ നിങ്ങൾക്ക് തരുന്നത്, 10,000 രൂപ എന്നാൽ എന്ന് പറയും. അതായത് നേരത്തെ മറ്റേ കൊച്ച് 20,000 രൂപയ്ക്ക് മേടിച്ച ഫോൺ ഇയാൾ ഇവിടെ പിടിച്ചു വെച്ചിട്ട് 10,000 രൂപയ്ക്ക് അടുത്ത ആൾക്ക് കൊടുത്ത്. അപ്പോൾ ആ പെങ്കൊച്ച് വന്നിട്ട് വീണ്ടും പിടിച്ചു വയ്ക്കും. ഇവിടെ അടുത്ത ആൾ വരാനത്ത് വീണ്ടും 10,000 രൂപയ്ക്ക് വിൽക്കും. ആരൊക്കെ ലാഭം? എങ്ങനെയുണ്ട് ഈ കളി? കച്ചവടം സൂപ്പർ കച്ചവടമല്ലേ എടാ. പകൽക്കൊള്ള എന്നൊക്കെ കേട്ടുള്ള ഇത് വല്ലാത്ത കൊള്ളയാണല്ലേടാ. വല്ലാത്ത കൊള്ളയാണ് ഇതൊക്കെ. അപ്പോൾ എന്തായാലും കൊള്ള ഇതാണൊക്കെ ഇമാതിരി കൊള്ളകൾ നടത്തണം കേട്ടാ. എന്നിട്ട് ഇതൊക്കെ ഇത്രയും നടക്കുന്നു. എന്നിട്ട് ഈ പോലീസ് അറിയുന്നില്ല, മറ്റേ ഒരു
ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു മാരും അറിയുന്നില്ല അല്ലേ? കോമഡി. അല്ലെങ്കിൽ എവിടെ സ്ഥലത്ത് മണത്തത്വമല്ലേക്കാ, ഇതൊന്നും അറിയത്തില്ല. എന്തായാലും അടിപൊളി തന്നെ. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കുറച്ച് വോയിസൊക്കെ ഞാൻ ഇടാം കേട്ടാ. കുറച്ച് ആൾക്കാരുടെ വോയിസ് അത് നിങ്ങൾ കേൾക്കാതെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അവിടെ നടക്കുന്നതെന്നും എന്താണ് അവരുടെ പരസ്യം, എന്താണ് അവിടെ നടക്കുന്നതെന്നുള്ളത്. പിന്നെ ഈ പെങ്കൊച്ചുങ്ങളെ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരുത്തുണ്ട് അവൻ ആ വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് മെസ്സേജ് അയച്ചിടുന്നത്. കേട്ടാ, ആ പെങ്കൊച്ചുങ്ങളെ ഗ്രൂപ്പിലോട്ട് ഒരുത്തൻ, ഏവനാണ് ഞാൻ പറയുന്നില്ല, ഒരുത്തൻ മെസ്സേജ് അയച്ചിടുന്നത് വളരെ 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 മോശം രീതിയിലാണ്. ആ പെങ്കൊച്ചുങ്ങളെ ഗതിയില്ലാത്തവർ, നിനക്കൊക്കെ ഞാനാണ്ട് ഇവിടെ പണി എന്നത് കോപ്പാണ്, മലരാണ്, അവ എന്തോ മറ്റേ ഇതാണ് കോപ്പാണല്ലേ. അയ്യോ, എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് വോയിസുകൾ, ചില സ്ക്രീൻഷോട്ടുകൾ സഹിതം നമുക്ക് വരാം. പിന്നെ ഇത് മറ്റേ ഒരു ഇൻസ്റ്റഗ്രാമിലൊരു പെങ്കൊച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പെങ്കൊച്ചാണ്, അടൂർ തന്നെയുള്ളൊരു പെങ്കൊച്ചാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ആ പെങ്കൊച്ചിൻ്റെ വീഡിയോയുടെ താഴെയാണ് എല്ലാവരും വന്നിട്ടുള്ളത്. ആ വീഡിയോ ഞാൻ ഇവിടെ വയ്ക്കാം, ജസ്റ്റ് അതിൻ്റെ ചെറിയ ക്ലിപ്പ് വയ്ക്കാം. അടൂരുള്ള ഒലീവിയ ഡിസൈൻസ് എന്ന് പറഞ്ഞ ആ ഒരു ഷോപ്പിനെ കുറിച്ചിട്ട് നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണ്? അതിപ്പോ നല്ലതായിക്കോട്ടെ ചീത്ത ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്കുള്ള ഒരു അഭിപ്രായം അത് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവരും കണ്ടു കാണും അത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഐഡിയും കൂടെ കൊടുത്തേക്കാം. അപ്പോൾ ജസ്റ്റ് ആ പെങ്കൊച്ചിൻ്റെ ഐ ഡി കയറി നോക്കിയാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. അവൾ അതിനെക്കുറിച്ച് വലിയതായിട്ടും മോശമായിട്ടൊന്നും പറഞ്ഞില്ല. ഈ സ്ഥാപനത്തെക്കുറിച്ച് മോശവും നല്ലതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതിയിടാം എന്ന് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ഇട്ടത്. അപ്പോൾ നല്ലതായിട്ട് എഴുതിയിട്ടാരുമില്ല, മോശമായിട്ട് എഴുതിയിട്ട ആൾക്കാർ മാത്രം, അതും അവിടെ ജോലിക്ക് പോയ ആൾക്കാരാണ് എല്ലാം. ഒറിജിനൽ ഐ ഡി എന്നാണ് എല്ലാവരും കമൻ്റ് ഇട്ടേക്കുന്നത്. അനുകൂലിച്ച് കമൻ്റ് ഇട്ടത് ഫേക്ക് ഐ ഡിയിൽ നിന്ന്. ഓക്കെ, അത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുമല്ലോ. പിന്നെ ഈ സ്ഥാപനത്തിൻ്റെ എല്ലാ സാധനങ്ങളും കമൻ്റ് ഓഫാണ്. ഇൻസ്റ്റഗ്രാം ആണെങ്കിൽ യൂട്യൂബ് ആണെങ്കിൽ എല്ലാം ശരി തന്നെ കമൻ്റ് ഓഫാണ്. ഇനി പറയാനുള്ളത്, ഈ സ്ഥാപനത്തെ ആ പെങ്കൊച്ചുങ്ങളൊക്കെ അത്രയും കഷ്ടതയാണ് അനുഭവിക്കുന്നത്. ഇതിൻ്റെ കസ്റ്റമറായിട്ടുള്ള ആൾക്കാർ ഒന്ന് ചിന്തിക്കുക, ഇതേ കണക്കുള്ള സ്ഥാപനങ്ങളെ വളർത്തണമോ? അതായത് വളർത്തണം. എങ്ങനെയാണ് ഈ പെങ്കൊച്ചുങ്ങൾക്കെല്ലാം നല്ല രീതിയിലാണ് അവർ ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളർത്താം. അതേസമയം ഈ പെങ്കൊച്ചുങ്ങളെയൊക്കെ അടിമകളായിട്ട് കണ്ടുകൊണ്ടും, പിന്നെ അതേ കണക്ക് തന്നെ ഇത് എവിടെയാണ് ഈ സാലറി നിന്ന് മറ്റേ ഫൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന കുറ്റം, 5000 ഫൈന്, കാല് നീട്ടിയ 500 1000 ഫൈന്, ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിൽ ഫൈന്, എന്തോന്നാണിത്? എന്നിട്ട് സാലറി എന്ന് പറഞ്ഞിട്ട് പരസ്യം, കമ്മീഷനാണ്, 25000 സാലറി, ഒരു മാങ്ങയില്ല. അപ്പോൾ ഇനിയെങ്കിലും പെൺകുട്ടികളെ നിങ്ങൾ പോയി ചാടരുത്, അപേക്ഷയാണ്. ചാടിയിട്ട് അവിടെ പോയി കിടന്ന് കരഞ്ഞിട്ട് പിന്നെയും കാര്യമില്ല. കാരണം എല്ലാവരും പറയുന്നുണ്ട് ചാടരുത് എന്നാണ് പറയുന്നത്. ഈ സ്ഥാപനത്തിലേക്ക് നിങ്ങൾ ആരും പോയി ചാടിക്കൊടുക്കരുത്, അപേക്ഷയാണ്. ദയവ് ചെയ്ത് ചാടിക്കൊടുത്ത് പല സാധനങ്ങളും പറയാം. അവന്മാർ ഇതാണെങ്കിൽ 25000 ഉണ്ട്, 40000 ഉണ്ട്, മാങ്ങയുണ്ട്, ചക്കയുണ്ട്, തേങ്ങയുണ്ട്, ഒരു കോപ്പുമില്ല. നിങ്ങൾ പോയി കിടന്ന് പട്ടിപ്പണി എടുക്കണം, പട്ടിപ്പണി. പട്ടിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, അത് ശരിയാണ്. പട്ടിപ്പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിക്ക് എന്താണ് പണി? പട്ടിയെ കൂട്ടിക്കിടക്കുക, അല്ലെങ്കിൽ അയമാനം വരെ വാലാട്ടുക, ഇതാണല്ലോ പട്ടിപ്പണി. അതുകൊണ്ട് അത് പറയുന്നത് വാക്ക് ഉപയോഗിക്കുന്നില്ല, പട്ടിപ്പണി ഉപയോഗിക്കുന്നില്ല. നിങ്ങളുടെ പരിപ്പ് വരെ എടുക്കൊണ്ണന്മാർ, അതായത് നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടുന്ന ക്യാഷിൻ്റെയും കാട്ടി അങ്ങോട്ട് കൊടുക്കാൻ മാത്രമേ ക്യാഷ് കാണത്തുള്ളൂ. പലരുടെ അനുഭവം അതാണ്. മാല വെറ്റും മോതിരം വെറ്റും ഒക്കെ അവരങ്ങോട്ട് ജീവിക്കേണ്ട അവസ്ഥയാണ്. ഉണ്ടാക്കാതെ ഇരിക്കുക.
കേട്ടോ. നല്ല ഏതെങ്കിലും സ്ഥാപനത്തിൽ പോയിട്ട് കുറഞ്ഞ ശമ്പളമാണെങ്കിൽ അതെങ്കിലും മേടിച്ച് ജീവിക്കുക. ദയവ് ചെയ്ത് ഇമാതിരിയുള്ള ഉടായ്പകളിൽ പോയി വീടരുത്. ഓക്കെ, അപേക്ഷ ചെയ്യരുത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയ്ക്കകത്ത്, നാളത്തെ വീഡിയോയ്ക്കകത്ത് നമുക്ക് വോയിസുകൾ സഹിതം നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് പുറത്തു വിടാം. അതുവരെ ബൈ. പിന്നെ അതേ കണക്ക് തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയിക്കാണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമുണ്ട്, ഇവിടെ കൊടുത്തേക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാം, അതില്ലാത്തൊരു മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, ഞാൻ ഒളിവിയൽ അണ്ണന്മാരൊന്നും കയറി മെസ്സേജ് അയക്കരുത്. ഞാനും വളരെ മോശമാണ്. അണ്ണ ചീത്തവിളിയിൽ അണ്ണൻ്റെ അപ്പുറത്തെ ചീത്തവിളിയാണ് ഞാനുള്ളത്. ദയവ് ചെയ്ത് എന്നെ ഊക്കാനോ അങ്ങനെ എന്തെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അണ്ണൻ അതിൻ്റെ അകത്ത് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ അങ്ങ് സ്വീകരിക്കും. പിന്നെ ഞാൻ പറയുന്ന ഇവിടെ അണ്ണ അങ്ങ് കേൾക്കേണ്ടി വരും, നല്ല അണ്ണം കേൾക്കേണ്ടി വരും. പിന്നെ ഗുണ്ടകളുണ്ട്, പിന്നെന്താണ്, ഞാൻ അങ്ങ് വക്കീലിനെ വെച്ച് തീർത്ത് കളയും. അതൊക്കെ നമുക്ക് നമ്മൾ ഡീൽ ചെയ്തോളാം, പോരെ കേട്ടോ. അപ്പോൾ ശരി, ബൈ.